ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബെൻഡോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഒട്ടും തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത തുടക്കക്കാർക്കും നല്ല രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ നല്ല വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്കുള്ള സമ്മാനത്തിൻ്റെ കാര്യം അറിയാമല്ലോ, 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കിട്ടുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണണേ. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മളിതാ ഇവിടെ കുഞ്ഞ് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലഞ്ച് ബോക്സ് കേക്കൊക്കെ തയ്യാറാക്കുന്ന കേക്ക് ടിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത ശേഷമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുട്ടയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കുഞ്ഞ് കേക്കായതുകൊണ്ട് തന്നെ നമുക്ക് അധികം മുട്ടയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കുറച്ച് വീതം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് വീതം ചേർത്താണ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പിൻ്റെ അളവിനാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. അപ്പോഴെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്തോളൂ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് റെഡ് കളറിലുള്ള കേക്കാണ് കേട്ടോ. കാരണം നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു സ്പോഞ്ചല്ല തയ്യാറാക്കുന്ന, സാധാരണ കേക്ക് തന്നെയാണ്. അതിൽ റെഡ് കളറും കൂടി ചേർത്ത് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാജിക്കിൻ്റെ റെഡ് കളറാണ് ചേർക്കുന്നത്. നല്ല റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 തുള്ളി വീത്തുമ്പോൾ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ. അത്ര നല്ല ക്വാളിറ്റിയുള്ള കളറാണ്. അപ്പോൾ ഞാൻ ഇവിടെ കളറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കളറൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു കളറിൽ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1/4 കപ്പ് മൈദാമാവും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് അരിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പാലോ ചെറു ചൂടുവെള്ളമോ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 2 മുട്ടയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് ഓരോ വീഡിയോയും ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇവിടെ അലുമിനിയം പാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം, ഞാൻ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് നല്ല മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മധുരം ഒന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഫ്ലഫി ആവുന്നതിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് കേക്കൊക്കെ നല്ല ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതി എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കേക്ക് സ്റ്റാൻഡിലേക്ക് നേരത്തെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കേക്ക് ബോർഡ് കൊടുക്കുന്നില്ല, കാരണം കുഞ്ഞ് കേക്കായിട്ട് ഇത്തിരി പാടുണ്ട് കേട്ടോ. നമ്മൾ വലിയ കേക്ക് ചെയ്യുമ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ കുഞ്ഞ് കേക്കിനെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് സ്റ്റാൻഡിൽ വെച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ, ഐസിങ് സ്റ്റാൻഡിൽ വെച്ച്. അതിനുശേഷം നമ്മൾ 1 ലെയർ കേക്ക് വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് മേഡും പിന്നെ നിറയെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നിറയെ ചോക്ലേറ്റൊക്കെ ഇട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. ഇനി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കേക്ക് ക്രം കോട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും നല്ലതുപോലെ മൂടി വേണം ക്രം കോട്ട് ചെയ്തെടുക്കാൻ. കാരണം ആ ചുവന്ന കളർ പുറത്താവാത്ത രീതിയിൽ വേണം ക്രം കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ക്രം കോട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കാർഡ് ഉപയോഗിച്ച് ക്രം കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ക്രീം നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അതിനുശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് ഫൈനൽ ഐസിങ് ചെയ്യാം കേട്ടോ.
അപ്പം ഞാൻ അതവിടെ കേക്ക് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാം. അതായത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് ഇരിക്കും. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കേക്കാകുമ്പോൾ ഇത്തിരി പതുക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനിത് സ്പീഡ് കൂട്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ പതുക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ആ ഒരു കേക്ക് ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ബോക്സിലാക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച ശേഷം നമ്മൾ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മൾ ബട്ടർ പേപ്പറിൽ എടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അരിച്ച് എടുത്ത് ഇതിലൊഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ആവണമെങ്കിൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നല്ലതുപോലെ ഫിനിഷായി കിട്ടും കേട്ടോ ആ ഒരു കേക്ക്. അപ്പോൾ ഞാനതവിടെ കുറച്ചൊന്ന് നമ്മൾ കൂടുതൽ എല്ലാ ഭാഗത്തും ആക്കുന്നില്ല, ചെറുതായിട്ട് ഡിപ്പ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ നല്ലതുപോലെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പേരും കൂടി എഴുതണം. കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടു പേരെഴുതുന്ന വീഡിയോ ഇടാനോ എന്ന്. എനിക്ക് അധികം പേരെഴുതണതിൽ അത്ര എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ പതുക്കെയാണ് പേരെഴുതുന്നത്. അപ്പോൾ പേരെഴുതുന്ന ഒരു ടിപ്സ് പറയാം. നിങ്ങൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് പേരെഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൽ പേരൊക്കെ എഴുതിയെടുത്ത് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. കുഞ്ഞു കേക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ.